ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യൂണിക് കിഡ്സ്. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു വാനില വെൽവെറ്റ് കേക്കാണ്. സാധാരണ നമ്മൾ വാനിലയും ചെയ്യാറുണ്ട്, വെൽവെറ്റും ചെയ്യാറുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു നല്ലൊരു അടിപൊളി ടേസ്റ്റുള്ളൊരു കേക്കാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നിങ്ങൾ ആരും ഗിവ് അവേയുടെ കാര്യം മറന്നു പോയിട്ടില്ല എന്ന് വിചാരിക്കുന്നു. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം നമ്മൾ വാനില സ്പഞ്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഈ ഒരു ഗ്ലാസ്സിൽ അരക്കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കാം. അതിലോട്ട് 3 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോറും 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതേപോലുള്ള സ്പൂണാണെന്നുണ്ടെങ്കിൽ അത് ടേബിൾ സ്പൂണായിട്ടും ഈ ഒരു ചെറിയ സ്പൂണ് ടീസ്പൂണായിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ടേബിൾ സ്പൂണിൻ്റെ അതേ അളവിൽ തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. അതൊരു 3 പ്രാവശ്യം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു കേക്കിലോട്ടുള്ള വെറ്റായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് റെഡിയാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഡ്രൈ ആയിട്ടുള്ളൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 4 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു. അതിലേക്ക് ഒരു 1/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ്. ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിലോട്ട് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതൊരു ഹാൻഡ് വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ബീറ്റർ വെച്ചിട്ടോ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്നത് വരെ, നല്ല തിക്കായിട്ട് കിട്ടുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലോട്ട് 4 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലും 3 ടേബിൾ സ്പൂൺ അളവിൽ പാലും കൂടെ ചേർത്ത് കൊടുക്കണം. സൺഫ്ലവർ ഓയിൽ ഒരുപാടായി കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് ഒരുപാട് ക്രംസ് ഒരുപാട് കൂടിയിട്ട് വരും. അപ്പോൾ അത് നോക്കിയിട്ട് ചേർക്കുക. ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലോട്ട് റെഡ് വെൽവെറ്റിൻ്റെ മിക്സ് റെഡിയാക്കണം. അപ്പോൾ ഈ ഒരു റെഡ് വെൽവെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം. 1/2 കപ്പ് അളവിൽ നമ്മൾ മൈദ എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ഗ്ലാസ്സിലെടുത്താലും മതി. 1 ടീസ്പൂൺ അളവിൽ കൊക്കോ പൗഡർ എടുക്കുക. അതേപോലെ 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗിൻ്റെ മിക്സ് പകുതി വേറൊരു പാത്രത്തിലോട്ടും പകുതി വേറൊരു പാത്രത്തിലോട്ടും മാറ്റുക. ഒരു പകുതിയിലോട്ട് നമ്മൾ ഈ ഒരു കേക്കിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മുടെ എഗ്ഗിൻ്റെ മിക്സ് പകുതി എടുത്തിട്ട് അതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ ഞാൻ ഈ ഒരു എഗ്ഗിൻ്റെ മിക്സിലോട്ട് ചേർത്തിട്ട് അതിലോട്ട് 1/2 ടീസ്പൂൺ അളവിൽ റെഡ് ഫുഡ് കളറും കൂടെ ചേർത്തിട്ട് പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. ഫോൾഡ് ചെയ്തെടുത്ത് കഴിഞ്ഞതിന് ശേഷം 6 ഇഞ്ചിൻ്റെ ഒരു ബേക്കിംഗ് പാൻ എടുത്തിട്ട് അതിലോട്ട് ഈ ഒരു ബാറ്റർ മാറ്റി കൊടുക്കുക. നിങ്ങൾക്ക് കുറച്ചും കൂടെ കളർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ലിക്വിഡ് കളർ ആയതുകൊണ്ടാണ് കേട്ടോ അത്രയും എടുത്തത്. അപ്പോൾ ജെൽ കളർ ആണെന്നുണ്ടെങ്കിൽ 1-2 ഡ്രോപ്പ് മതിയാവും. ഇതിപ്പോൾ ഞാൻ 7 ഇഞ്ചിൻ്റെ ഒരു പാനിലോട്ട് ആക്കിയിട്ടുണ്ട്. ഇത് ഞാൻ പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള ഒരു കടായിലോട്ട് ഒരു 20 മുതൽ 25 മിനിറ്റ് വരെ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. അതേസമയം തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ്, അതായത് വാനില കേക്കിന് റെഡിയാക്കി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ബാക്കിയുള്ള എഗ്ഗിൻ്റെ ബാറ്ററിലോട്ട് ചേർത്തിട്ട് അതും കൂടെ ഞാൻ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതൊരു 15 മിനിറ്റിനുള്ളിൽ നമുക്ക് ബേക്കായിട്ട് കിട്ടും. ആ ഒരു സമയം കൊണ്ട് നമുക്ക് കേക്കിലോട്ടുള്ള ക്രീം റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ എടുത്തേക്കുന്നത്. റിച്ചിൻ്റെ ബെറ്റർ ക്രീമാണ് എടുത്തേക്കുന്നത്. നല്ല സ്റ്റിഫായി കിട്ടുന്ന ക്രീമാണ്. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ അതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കുക. നമ്മൾ സാധാരണ ഫിയോണയും അതേപോലെ വിവോ ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ നല്ല തിക്കായിട്ട് കിട്ടുന്ന ക്രീമാണ്. ഇതേപോലെ സ്റ്റിഫായിട്ടിരിക്കും. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ഐസിങ് മെൽറ്റായി പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു രീതി ട്രൈ ചെയ്ത് നോക്കാം. ഈ 2 കേക്കും നമ്മൾ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് ബേക്കായി കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ അത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, പൊട്ടിപ്പോവും. എൻ്റെത് ജസ്റ്റ് നടുവിലൊന്ന് ക്രാക്ക് വന്നിട്ടുണ്ട്. പക്ഷേ നമ്മളത് ഐസിങ് ചെയ്യുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 കേക്കിൻ്റെയും നടുഭാഗം കട്ട് ചെയ്തിട്ട് വെക്കാം. ഞാനിവിടെ വാനില സ്പഞ്ചാണ് കുറച്ചും കൂടെ ഒരിച്ചിരി ബാറ്റർ അധികമായിട്ട് പോയത്. അപ്പോൾ ആ ഒരു വാനില സ്പഞ്ച് 2 ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റെഡ് വെൽവെറ്റിൻ്റെത് 2 ലെയറായിട്ട് കട്ട് ചെയ്തിട്ടില്ല. അത് നടുക്ക് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തിട്ട് ഐസിങ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് എടുത്തേക്കുന്നത് ഇതേപോലെയുള്ള നമ്മുടെ വാനിലാൻ്റെ സ്പഞ്ചാണ്. അത് ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കുക.
അപ്പോൾ ഈ ഒരു ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1/2 കപ്പ് പഞ്ചസാരയിലോട്ട് 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് അത് നന്നായിട്ട് തിളച്ച് വന്ന് ഒരു ജസ്റ്റ് ഒന്ന് കുറുകി വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫാക്കി ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ കേക്കിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഷുഗർ സിറപ്പ് ചെയ്തിട്ട് ഇതേപോലെ വെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ സാധാരണ കേക്കിനൊക്കെ ഐസിങ് ചെയ്യുന്നത് പോലെ ചെറിയൊരു പോർഷൻ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. അതിൻ്റെ മുകളിൽ ഞാൻ ചോക്ലേറ്റ് ഗനാഷാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ചോക്ലേറ്റ് ഗനാഷിൻ്റെ റേഷ്യോ എന്താണെന്ന് വെച്ചാൽ 1/4 കപ്പ് ചോക്ലേറ്റിന് 2 ടേബിൾ സ്പൂൺ അളവിൽ വിപ്പിംഗ് ക്രീമോ അല്ലെങ്കിൽ ഫ്രഷ് ക്രീമോ ചേർക്കാം. അതിലോട്ട് 1/2 ടീസ്പൂൺ അളവിൽ ബട്ടറും കൂടെ ചേർത്തിട്ട് മെൽറ്റ് ചെയ്തെടുത്തേക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ മെൽറ്റ് ചെയ്യുന്ന സമയത്ത് ഡബിൾ ബോയിൽ ചെയ്യാം അല്ലെങ്കിൽ മൈക്രോവേവ് ചെയ്യാം. മൈക്രോവേവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 30 സെക്കൻഡ് മൈക്രോവേവ് ചെയ്തെടുത്താൽ മതി. ഞാനിത് മൈക്രോവേവ് ആണ് കേട്ടോ ചെയ്തേക്കുന്നത്. നിങ്ങൾ ഡബിൾ ബോയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് വേറൊരു പാത്രത്തിൽ ഈ ഒരു ചോക്ലേറ്റ് ഇറക്കി വെച്ച് കഴിഞ്ഞാലും ഇതേപോലെ തന്നെ മെൽറ്റായിട്ട് കിട്ടും. അത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ അടുത്ത ലെയർ വെക്കുന്നത് റെഡ് വെൽവെറ്റിൻ്റെയാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്രീം ചീസിൻ്റെ ഒരു ലെയർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീം തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാം. ഞാനിവിടെ വിപ്പിംഗ് ക്രീമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ സെക്കൻഡ് ലെയറിലും ഇതേപോലെ തന്നെ റെഡ് വെൽവെറ്റിൻ്റെ കേക്ക് വെച്ച് അതിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പ് വെച്ച് നന്നായിട്ട് വെറ്റ് ചെയ്തതിന് ശേഷം വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് അതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് ഗനാഷും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ മേലത്തെ ലെയറും ചെയ്യുക. മേലത്തെ ലെയറിൽ നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് അപ്പോൾ ഒഴിച്ചു കൊടുക്കേണ്ട, ആ ഒരു കേക്കൊന്ന് സെറ്റായിട്ട് ചെയ്ത് കൊടുത്താൽ മതി. മേലത്തെ വനില സ്പഞ്ചിൽ കുറച്ച് ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ മെയിൻ ഐസിങ്ങും കൂടെ ചെയ്യുവാണ്. അപ്പോൾ ബിഗിനേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് ക്രം കോട്ട് ചെയ്ത് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം മെയിൻ ഐസിങ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ മെയിൻ ഐസിങ് ചെയ്തതിന് ശേഷം അതൊരു 1-1.5 മണിക്കൂർ ഫ്രീസറിൽ തന്നെ വെച്ചു. അതിനുശേഷം നമുക്കിതിൻ്റെ മുകളിൽ ഒഴിക്കാനുള്ള ഗനാഷ് ഉണ്ടാക്കണം. നിങ്ങൾ ഐസിങ് ചെയ്ത് കഴിയുകയും ഗനാഷ് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്രീമും ഗനാഷിൻ്റെ കൂടെ തന്നെ ഒഴുകി വരും. അപ്പോൾ ഒരു 1-1.5 മണിക്കൂറെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ വെക്കണം. അപ്പോൾ ഈ ഒരു ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് ചോക്ലേറ്റും അതിലോട്ടൊരു 1/4 കപ്പ് ക്രീമും 1 ടീസ്പൂൺ അളവിൽ ബട്ടറും കൂടെ ചേർത്തിട്ട് മെൽറ്റ് ചെയ്തെടുത്തതാണ്. ഞാനിത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൈക്രോവേവ് ചെയ്ത് എടുക്കുകയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് 1-1.5 മണിക്കൂർ ഞാൻ ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്താണ്. അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഈ ഒരു ചോക്ലേറ്റിൻ്റെ ഗനാഷ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ പറഞ്ഞ അതേ ഒരു ക്വാണ്ടിറ്റിയിൽ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു തിക്നെസ്സിൽ ഈ ഒരു ചോക്ലേറ്റ് ഗനാഷ് കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഒരുപാട് തിക്നെസ് കുറഞ്ഞു പോവും, അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് കൂടിപ്പോവും. ഇതേപോലെ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയില്ല. ഇനി ഇതേപോലെ ഒരു സ്പാച്ചുല വെച്ചിട്ട് അതെല്ലാ ഭാഗത്തോട്ടും സ്പ്രെഡ് ചെയ്തെടുക്കുക. പിന്നെ ഒരുപാടായിട്ട് വരുന്നതിന് ഇതേപോലെ എന്തെങ്കിലും ഒരു കാർഡ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഒരു ചോക്ലേറ്റിൻ്റെ പാത്രത്തിലോട്ട് തന്നെ ആക്കി കൊടുക്കാം. അങ്ങനെ നല്ല ഫിനിഷിംഗ് ആയിട്ട് എടുത്തതിന് ശേഷം നമുക്കതിൻ്റെ സൈഡിലൂടെയുള്ള ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യാം. അപ്പോൾ സൈഡിലൂടെ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം തന്നെ റെഡ് വെൽവെറ്റ് കേക്കിൽ നിന്ന് ഒരു ഇച്ചിരി ഭാഗം മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കണം. വളരെ കുറച്ച് മതി, ചെറിയൊരു പോർഷൻ മതി. അത് എന്നിട്ട് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇതേപോലെ സൈഡ്സിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡിസൈൻ വേണ്ട, മേലെ ഭാഗത്ത് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് എന്തെങ്കിലും ഡെക്കറേഷൻസ് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്തിട്ട് കേക്ക് അടിപൊളിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഗിവ് അവേയുടെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു വൈറസിൻ്റെ പേര് എന്താണോ ആ വൈറസ്, അതിൻ്റെ പേര് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. കൂടെ നിങ്ങളുടെ പേരും കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറന്നു പോകണ്ട. എല്ലാവരും ഈ ഒരു ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ്സിൽ ചോദിക്കുക. ഞാൻ ഉറപ്പായിട്ടും റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്.